നേരത്തെ വന്നു പോയില്ലടാ. ഈ കറക്റ്റ് 8 മണിക്ക് ഞാൻ പണിക്ക് സാധാരണ കയറാറുള്ളൂ. ഇച്ചിരി നേരം ചുമ്മാ റെസ്റ്റ് എടുക്കാം. മുതലാളി വരുന്നിടം വരെ നമുക്കിവിടെ റെസ്റ്റ് എടുത്തോണ്ടിരിക്കാമല്ലോ. ഇതാരടാ താളം അടിക്കുന്നത്? ഇതാണ് അവതാളം അടിക്കുന്നത്. അയ്യോ എന്റെ ദൈവമേ! അയ്യോ അയ്യോ അയ്യോ! എന്ത് പണിയാണോ കാണിച്ചത്? എടാ ഇന്നലെ ഈ അലമാരയുടെ ലോക്ക് കംപ്ലൈന്റ് ആയിട്ട് ഞാൻ അകത്തേറിന്ന് പണിഞ്ഞപ്പം ശരിയായെന്ന് അറിയാൻ വേണ്ടി ഇതിനകത്ത് പുറത്തു നിന്ന് പൂട്ടാൻ പറഞ്ഞു. പൂട്ടിയിട്ട് നീ താക്കോലായിട്ട് ഇന്നലെ പോയിട്ട് ഇപ്പോഴാണോ വരുന്നത്? എന്റെ പൊന്നു മുതലാളിക്ക് അറിയാവുന്നല്ലേ, ഞാൻ 5 മണിയുടെ സേറിന് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പണിയത്തില്ല. അതുകൊണ്ട് 5 മണിയുടെ സേറിന് അടിച്ചപ്പോഴല്ലേ ഞാൻ പൂട്ടാൻ വേണ്ടി അവിടെ വന്നത്. അത് കഴിഞ്ഞ് തുറക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഓവർ ടൈം ആകും. ഓവർ ടൈമിന്റെ പൈസ മുതലാളി തരുമോ? ഇല്ലല്ലോ. അതുകൊണ്ടല്ലേ പൂട്ടിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട് പോയത്. നീ സൈറൻ കേട്ടിയാ പണി നിർത്തൂല്ലേ? പൊന്നു എന്റെ മുതലാളി, ഞാൻ ഏത് പണി ചെയ്തോണ്ടിരുന്നാലും സൈറൻ അടിച്ചാൽ അപ്പൊ ഞാൻ അവിടെ വെച്ച് പണി നിർത്തും. ചുമ്മാ അല്ല പെണ്ണുമ്പോളെ കളഞ്ഞിട്ട് പോയത്. എന്നാ പറഞ്ഞത്? ഒന്നുമില്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല. ഒരു കുഴപ്പമൊന്നുമില്ല. 8 മണിയാകാതെ എനിക്ക് ഞാൻ പണിയത്തൊന്നുമില്ല. 8 മണിയാകാതെ സൈറൻ അടിക്കാതെ ഞാൻ പണിയുന്ന പ്രശ്നമില്ല. പണിടാ പണി സൈറൻ അടിക്കട്ടെ. ഷേടാ, പതിവില് നേരത്തെ ഇന്ന് സേറിന് പഠിച്ചല്ലോ, ഇനി പണിയായിരിക്കാനും. ഏതായാലും മുതലാളിക്കൊരു നഷ്ടം ഉണ്ടാക്കാത്ത രീതിയിൽ ഞാൻ പണി ഇവിടെ പണിതിരിക്കുവാണ്. പെട്ടെന്ന് പണി. എന്തുകൂടാ ചെയ്യുന്നത്? തേക്കുമല്ലേ? അത് ഈ വർഷങ്ങളായിട്ട് എനിക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. അതല്ല ഞാൻ പറഞ്ഞു. ഞാൻ ഉളി തേച്ചോണ്ടിരിക്കുവല്ലേ, ഉളി തേക്കാതെ പണിയാൻ പറ്റുമോ? ഈ ഒറ്റക്കാരനാണ്. ഇവിടെ ഇഷ്ടം പോലെ വീതുളിയുള്ള ഷെഡായിരുന്നു. ഇപ്പൊ നീ തേച്ച് തേച്ച് ഇവിടെ മൊത്തം കൊത്തുളിയായി. ചുമ്മാ ഞാൻ പണിയാൻ വന്നപ്പോ വീതുളി നോക്കിട്ട് വീതുളി കാണാൻ മേലെ വിളിത്തോട്ട് പണിയാൻ നോക്കണം. ഞാൻ പണിയൊക്കെ ചെയ്യും. ഇന്ന് ശനിയാഴ്ച ദിവസമാണ്. ഇന്ന് എന്റെ പറ്റ് തീർത്ത് പണി എന്നില്ലെങ്കിൽ എന്റെ പൊന്നു മുതലാളി എന്റെ സ്വഭാവം മനസ്സിലാകും. അതിന് നിനക്ക് എന്തോ പൈസ എനിക്ക് ഇങ്ങോട്ട് പൈസ എന്തും മേടിച്ചു ഞാന്. ഈ എന്ന് മേടിച്ചെന്നാ? ഇതാണ് കുഴപ്പം. ഞാൻ ഇത് പണിയാൻ വരാത്തന്റെ കുഴപ്പം ഇതാണ്. പൈസ മേടിച്ചിട്ട് ചോദിക്കുമ്പോ എല്ലാ മരുക്കളും കുഴപ്പടാ. നീ മെനഞ്ഞാന്ന് നിന്റെ മാമന് സുഖമില്ലെന്നും പറഞ്ഞ് തന്നില്ലേ? എന്നത് എടാ, അതിന്റെ തലേന്ന് നിന്റെ കുഞ്ഞിന് സുഖമില്ലെന്നും പറഞ്ഞ് തന്നില്ലേ? എന്തേലും പറയാനുണ്ടെങ്കിൽ ഒറ്റത്ത് പറയണം. എന്റെ സമയം എനിക്കെടുത്താൽ എന്നെ ഞാൻ തന്നെന്ന് പറയുന്നത്. ഇതാണ് ഞാൻ പറയുന്നത്. പണി ചെയ്ത് കഴിഞ്ഞാൽ പൈസ കൊടുക്കാൻ ആദ്യം പഠിക്കണം. അല്ലാതെ ചുമ്മാ ആൾക്കാരെടുക്കാൻ പറഞ്ഞുകൊണ്ട് അപ്പൊ പൈസ കൊടുക്കാറുണ്ട്, അവന് പൈസ തരത്തില്ല എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. പൈസ തരാനുള്ളത് പൈസ തന്ന് തീർത്തിരിക്കണം. കാശിന്റെ കാര്യം പറയുമ്പോ ഈ കോപ്പിലെ മിഷൻ ഓണാക്കും. എടാ, മെനഞ്ഞാന്ന് ഞാൻ നിന്റെ മാമന് സുഖമില്ലെന്ന് പറഞ്ഞ് വന്നപ്പം ഞക്കണ്ട ഊരിയിട്ട് അന്ന് പറഞ്ഞപ്പോ നിനക്ക് 1500 വന്നായിരുന്നു. പിന്നെ അതിന്റെ പിറ്റേന്നിന്റെ കുഞ്ഞിന് സുഖമല്ലെന്ന് പറയുമ്പോ 2500 വന്നായിരുന്നു. ആശുപത്രി കേസ് കിട്ടല്ലേ, അപ്പൊ അതുകൊണ്ട് മേടിച്ചായിരുന്നു. അങ്ങനെ മൊത്തം 4000 രൂപ ഉണ്ടോ? 4000 രൂപ. എത്ര ദിവസം പഠിക്കണ്ടായിരുന്നു? ഞാൻ 5 ദിവസം. 5 ദിവസം ഇല്ല, ഒരു ദിവസം ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ലക്ഷത്തിന് പണി 750 രൂപ തരും. ബാക്കി 4000 രൂപയ്ക്ക് 10 കാശ് തീർത്ത് തന്നോണം. പറഞ്ഞേ, ഈ ആഴ്ച എനിക്ക് 750 രൂപ. നിനക്ക് പൈസ അല്ല, 10 കാശ് തീർത്ത് തരണം. എന്റെ പൊന്നു മുതലാളി ഒരു കാര്യം, ഈ ഒരാഴ്ചത്തെ പറ്റി പിടിക്കരുത് കേട്ടോ. എന്റെ സ്വന്തം മുതലാളിയല്ലേ. എടാ, നീ എന്നെ എത്ര സൂപ്പിച്ചാലും ശരി, എന്നെ ഞാൻ 10 കാശ് ഇന്ന് മേടിച്ചിരിക്കും. അത് ശരി. അപ്പൊ ഞാൻ സൂപ്പിച്ചിട്ടാണ് സൂപ്പിക്കാത്തത്. അപ്പൊ രാജ സൂപ്പിക്കുമ്പോ അങ്ങ് സൂപ്പിച്ചിട്ട് അവരുടെ പറ്റി മുഴുവൻ എഴുതി തല്ലുള്ളൂ. അപ്പൊ എന്റെ സൂപ്പിലല്ലേ? സോഫ സെറ്റ് ഇരിക്കുന്ന സുഖം പറപ്പുറത്തിരുന്നാ കിട്ടൂടാ. അത് ശരി. അപ്പൊ സോഫ സെറ്റ് ഇരുന്നെങ്കിൽ സുഖം പിടിച്ചു പോയല്ലേ? നീ ചുമ്മാ എന്റെ അടുത്ത് കൊലാൻ പിടിച്ചടിക്കാ. നീ പണിയാൻ നോക്കാം. എനിക്കറിയാൻ പണിയാനൊക്കെ അവിടുന്ന്. പിന്നെ നമ്മളെ പണിയാൻ വരുന്നത് മുതലാളിയാ പണി പഠിപ്പിക്കാൻ നിൽക്കുന്നത്. ഞാൻ 10 മണിക്കത്തെ സയറിന് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ അപ്പൊ തന്നെ പണിക്ക് പോകും. സയറിന് അടിക്കുമ്പോ ഞാൻ പണിക്ക് സംസാരിക്കാൻ പണിയാ. എവിടെ പോകാൻ മുതലാ? ചായ കുടിക്കാനോ? എടാ, നീ എന്തിനാണ് ഈ ചുറ്റിയിൽ സാധനം കേട്ടപ്പോ പെറമോട്ടിട്ടത്? എന്റെ പൊന്നു മുതലാളി, ഇപ്പൊ സാറിന് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പണിയത്തില്ലെന്ന് മുതലാളിയോട് പറഞ്ഞാണോ? ഞാൻ അടിക്കാൻ വേണ്ടി പൊക്കിയപ്പോഴത്തേനാണ് സാറൻ വന്നത്. എന്നാ പിന്നെ ആ ചുറ്റിയിൽ മുമ്പോട്ടിട്ടാ പോരാന്നോടാ. അപ്പൊ അത് ഓവർ ടൈം ആകത്തില്ലേ? അതുകൊണ്ടല്ലേ ഞാൻ പുറകോട്ട് തന്നെ ഇട്ടത്. എന്റെ പൊന്നു പരാജയമേ, നീയൊക്കെ പറഞ്ഞാൽ മേശിരിമാരെ പറയിപ്പിക്കാൻ നടക്കുവാടാ. ഒരുമാതിരി മേശിരിമാരെ കുറ്റം പറയില്ല. എന്നാ ഞാനുള്ള പാരമ്പര്യമുള്ള കുടുംബത്തിൽ പറഞ്ഞവരാണ്. ഞാൻ പെരുന്തച്ഛന്റെ ഫാമിലിയിലുള്ള ആളാണ്. അത് എല്ലായിടത്തും അങ്ങനെയാണ്. ആരെങ്കിലും ഫേമസ് ആയി കഴിഞ്ഞാൽ ഇല്ലാത്ത ബന്ധം പറഞ്ഞ് കുറെ അവന്മാര് വരും.
വരും. അങ്ങനെ ബന്ധം പറഞ്ഞു വരുന്ന ആളൊന്നുമില്ല. ഒറിജിനൽ ഫാമിലി പെട്ട ആളാണ് ഞാൻ. പെരുന്തച്ഛൻ എന്തെല്ലാം അത്ഭുതങ്ങൾ ഉണ്ടാക്കി വെച്ചോന്ന് അറിയോ? എന്താ അത്ഭുതം ഉണ്ടാക്കി വെച്ചത്? ഫോർ എക്സാമ്പിൾ വേണം. ഒറ്റ എക്സാമ്പിൾ പറ. എടാ അതല്ലെന്ന്. ഉദാഹരണത്തിന് അദ്ദേഹം ഒരു കുളം പണിഞ്ഞു. ആ കുളത്തിന്റെ ഈ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ വൃത്താകൃതി തോന്നും. ഈ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ചതുരത്തിൽ തോന്നും. ഈ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ത്രികോണം. ഈ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ദീർഘചതുരം. അത്തരത്തിലൊരു കുളം അദ്ദേഹം പണിഞ്ഞേക്കുന്നത്. ഞാൻ ഇതുപോലെ ഒത്തിരി കുളം പണിഞ്ഞിട്ടുണ്ടല്ലോ. ഈ പണിഞ്ഞത് മൊത്തം കുളമാണല്ലോ. അങ്ങനെ പറയുന്നത് എന്റെ ആത്മാർത്ഥത മുതലാളി ചോദിച്ചു. ആത്മാർത്ഥ ഉണ്ട്. ആത്മാർത്ഥ തന്നെയാണോ? ഞാൻ 5 മണി കഴിയുമ്പോഴത്തേനും പണി നിർത്തുന്ന ആളാണെന്ന് മുതലാളിക്ക് അറിയാമല്ലോ. അതെനിക്കറിയാം. സത്യമാണല്ലോ. ഈ കഴിഞ്ഞ ദിവസം ഞാൻ പണി നിർത്തിയിട്ട് മുതലാളിയുടെ വീട്ടിൽ പോയി സ്ക്രൂ വെച്ചിട്ടാ ഞാൻ വീട്ടിൽ പോയത്. അറിയാം? ചുമ്മാ എന്റെ പെണ്ണുമ്പളെ പണങ്ങി വീട്ടിൽ പോയത്. അയ്യോ, ഞാൻ ആ സ്ക്രൂ അല്ല, പിരികേറ്റുന്ന സ്ക്രൂ വെച്ചല്ല. മുതലാളി ഇളകി കിടന്ന ജനലില്ലേ, ആ ജനലിന്റെ സ്ക്രൂ വെക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതെ, ആരീ സുകുമാരൻ? പൃഥ്വിരാജ് അച്ഛൻ. അതല്ല, ഇവിടുത്തെ ഓണർ സുകുമാരൻ ചേട്ടൻ എന്ന് പറഞ്ഞായിരുന്നു. എന്താണ്? അതായിരുന്നു. ഞാൻ ഇവിടത്തെ പണിയും കാര്യങ്ങളും എല്ലാം ഞാൻ നന്നായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അതെ, ഇവിടെ മൊത്തം മെഷീനാണോ? അല്ല, രണ്ട് മനുഷ്യരുണ്ട്, ഒന്ന് ഞാനുണ്ട്, പിന്നെ എന്റെ പഠിക്കാരൻ സോമനുണ്ട്. അതല്ല ചേട്ടാ, നീ ചെയ്യുന്ന മൊത്തം മിഷ്യൻ വർക്കാണോ? അല്ലല്ല, മിഷ്യൻ വെച്ചുള്ള പണിയേ ഞങ്ങൾക്കില്ല. ഞങ്ങള് മൊത്തം കൊത്തുപണി, കൈപ്പണി അല്ലേ. കൈപ്പണി അതാകുമ്പോഴേ നമുക്ക് ഗ്രൂ ഒക്കെ കറക്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. കയ്യിലെ തഴമ്പണ്ട, കൈപ്പണിയാ മൊത്തം. ശരിയാ? ഇല്ലല്ലോ, കണ്ടോട്ടോ. ഇല്ല, കണ്ടോ? ഓമാ, ഒരു പുതിയ കസ്റ്റമറാ. നിന്റെ ഒറ്റ നോട്ടം കൊണ്ട കച്ചവടം ഇല്ലാതാക്കരുത്. അടക്കടാവാ. ചേട്ടാ, ഞാൻ അവിടെ ഇരിക്കുന്ന ഡോറ് കണ്ടു കേട്ടോ, മെയിൻ ഡോറ്. അതിലെ വവ്വാല് കൊത്തി വെച്ചേക്കുന്നത് അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. സൂപ്പർ. രണ്ട് ഡോറി വവ്വാല് കൊത്തി വെച്ചേക്കുന്നത്. തൊമ്മഞ്ഞു വന്നടാ, നിന്നടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പണിക്ക് വരുമ്പോ നിക്കറൂറി കഥവില്ലടല്ലെന്ന്. ചേട്ടാ, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇവിടുത്തെ കൊത്തുപണി ഇതാരാ? ഈ കൊത്തുപണി ചേട്ടൻ മാത്രമാണോ? സത്യം പറഞ്ഞാൽ യഥാർത്ഥ കൊത്തുപണിക്കാരൻ ഞാനല്ല. ഈ എന്റെ അപ്പൂപ്പനാണ് കൊത്തുപണിക്കാരൻ. എന്റെ അപ്പൂപ്പൻ എന്ന് പറഞ്ഞാൽ ഏത് തടി കണ്ടാലും അപ്പോഴേ കൊത്തുമല്ലേ. എന്നെ മനസ്സിലായില്ലല്ലേ? അതാണ്. അതാ ഞാൻ ഇന്നലെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കട്ടില് നോക്കാൻ വേണ്ടി ഞാൻ വരുമെന്ന്. കട്ടിലാണല്ലേ? കട്ടില് കിടക്ക് നോക്കിയോ? കട്ടിലാണോ? കട്ടില്, അത് തന്നെ കട്ടില് തന്നെ കേട്ടോ. തടി അത് ഈട്ടി. ഇത് ഈട്ടിയോ? ഈ കൊച്ചിന്റെ ഒരു കാര്യം. ഇത് ഈട്ടിയൊന്നുമല്ല, പിന്നെ ഈട്ടി ഉണ്ടോ എനിക്ക് അറിയത്തില്ലേ. എന്റെ പൊന്നു കൊച്ചെ, നീ നല്ലോണം നോക്കിയാ കറക്റ്റ് കരിവീട്ടിയാ. എന്റെ പൊന്നു കരിവീട്ടി കണ്ട് ഞെട്ടുന്നു. ഞാൻ മിണ്ടിക്കൊണ്ടിരിക്കുക, നീ മിണ്ടി കച്ചവടം ഇല്ലാതാക്കല്ലേ. നീ എന്റെ വായ മൊത്തം മിണ്ടാ മാറി. ഞാൻ മിണ്ടിയില്ലെങ്കിൽ ഉള്ള കച്ചവടം കൂടി പോയി. എന്റെ പൊന്നു മുതലാളി മുണ്ടെടുത്ത് കൊടുക്കാനാ പറഞ്ഞത്. അബദ്ധം പറ്റിപ്പോടാ. ഇപ്പൊ ഉള്ള കച്ചവടം കൂടെ കളഞ്ഞു. അതെ, ഈ കട്ടിൽ കൊച്ചിന് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. നീ കൊണ്ട് അകത്തോയി വേറെ കാണിച്ചോ. പിന്നെ ചേട്ടാ, കാര്യമൊക്കെ ശരിയാ. നീളമില്ലല്ലോ. ആര് പറഞ്ഞു ആർക്കാല് കട്ടിലേ കിടക്കുന്ന? ആർക്കാലത്തെ കട്ടിലാ? ആര് പറഞ്ഞേട്ടെ, ഇത് കിടന്ന എന്റെ കാല് കെട്ടും. ഞാൻ കാണിച്ചു. നിങ്ങൾ കടന്നു നോക്ക്, കടക്കാതെ എങ്ങനെ അറിയാൻ പറ്റുന്നു? പണി ഇവിടുത്തെ കാലുകൂടെ പണിയുണ്ട്. കാല് വെളി കിടക്കുക. എന്റെ പൊന്നെ, ഇങ്ങനെ ഇറങ്ങി കിടന്നു കഴിഞ്ഞാൽ കാല് വെളി കിടക്കിച്ച് കയറി കിടക്കാൻ അങ്ങോട്ട്. കാണിച്ചു തരാലോ. ആടെ കയറി കിടക്കാൻ പറഞ്ഞപ്പോ ആണ്ട മണ്ടക്കോട്ട് ഇത് പറ്റത്തില്ല. നടുക്കോട്ട് കിടക്ക്. ഇവിടെ കിടക്ക്. നോയിക്കേ ഇപ്പൊ എങ്ങനെയുണ്ട്? ശരിയാ, കറക്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞ കറക്റ്റ് കട്ടില്ല. എന്റെ മോലാളി പറഞ്ഞ 6x4 കട്ടിലെന്ന് പറഞ്ഞ ആ കറക്റ്റ് അളവിലേ പണിയത്തുള്ളൂ. അങ്ങനത്തെ കട്ടില്ല അത്. ചേട്ടാ, എന്റെ ഭർത്താവ് ഇച്ചിരി തണ്ടും തടിയുള്ള അടാകടിയൻ ഒരു മനുഷ്യനാണ്. അങ്ങേരെ ഞാൻ ഇതിനകത്ത് കിടക്കാനുള്ള സ്പേസ് ഇതിനകത്തില്ല. അയ്യോ, ആര് പറഞ്ഞു? നമ്മളിവിടെ കടന്നു കഴിയുമ്പോഴത്തേനും കണ്ടോ, ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇങ്ങനെ കടന്നു കഴിയുമ്പോഴത്തേക്കണ്ട നിസാരം കണ്ട, പിന്നെ സ്ഥലം കിടക്കുന്നു. അപ്പൊ വണ്ണമുള്ള സാറാകുമ്പോഴത്തേനും ശരിക്കും വണ്ണം കിട്ടും. ആ കൊച്ചു പറഞ്ഞ നീ കേട്ടായിരുന്നടാ? എന്നായിരുന്നു? ആ പെണ്ണിന്റെ ഭർത്താവ് നല്ല തടിയും തണ്ടും ഉള്ള ആചാര ബാഹുവാന്ന്. അപ്പൊ ഈർക്കിലണക്കിരിക്കാൻ നീ കയറി കിടന്നിട്ട് കാര്യമുണ്ടോ? ഞാനല്ലയോ മുതലാളി, എനിക്കറിയാം. പ്രശ്നം ഇപ്പൊ എന്തോ? എന്റെ ചേട്ടാ ഇച്ചിരി വീതിയും തണ്ടും തടിയുള്ള ആളാ. എനിക്ക് കിടക്കാൻ പറ്റണം. എന്റെ പൊന്നുമോളെ, ആർക്കാലിന്റെ കട്ടിൽ ഇതിനകത്ത് സന്തോഷമായിട്ട് കിടക്കാം. ചേട്ടാ, തട്ടുന്നുണ്ട്. ഷോൾഡർ മുട്ടുന്നുണ്ട്. നിന്റെ കൂടെ നിന്റെ കട്ടിലെ കിടക്കുന്ന നിന്റെ ഭർത്താവല്ലേ? ആണ്. അപ്പൊ ഷോൾഡർ മുട്ടുന്നതിന് എന്താ കുഴപ്പം? അത് അവിടെ കുഴപ്പമില്ല, ഇവിടെ കുഴപ്പമുണ്ട്. നീ കിട. കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ 6x4
നാലെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചരുത്. ആർക്ക് നാല് എന്താ പൊന്നു ദൈവമേ, എന്റെ പൊന്നു മോളെ, ഇത് ആർക്ക് നാലിന്റെ കട്ടില് പണിതോണ്ടിരിക്കുക. പണി തീരാണ്ട് സോമടാ. ഈ ആ ബെഡ്ഷീറ്റ് ചേർത്തത് ആർക്കല്ല ബെഡ്ഷീറ്റ് അലമാരിക്കുന്ന ബെഡ്ഷീറ്റ് ആർക്ക് നാലിന്റെ ബെഡ്ഷീറ്റ് ഇരിപ്പുണ്ട്. അത് ഇട്ടുമ്പോ കറക്റ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും കൊച്ചെ. ഇത് ആർക്ക് നാലിന്റെ ഏതറ്റം പിടിക്കണം? ആ ചെത്തുണ്ടോ? ഈ അറ്റത്ത് നോക്ക് അത് ഒരു ഉടായ്പല്ല. ആർക്കാരുടെ ബെഡ്ഷീറ്റ് അല്ലേ നമ്മളെ. സോറി ഞാൻ തെറ്റ് ധരിച്ചത്. സോറി. അതെ, ഞാൻ വിശ്വസിച്ച്, പക്ഷെ എന്റെ ചേട്ടൻ ഇത് വിശ്വസിക്കത്തില്ല. പുള്ളി തെളിവ് സഹിതം കണ്ടെങ്കിൽ മാത്രമേ വിശ്വസിക്കുന്ന കൂട്ടത്തിൽ. പക്ഷേ കട്ടിലിന്റെ ഫോട്ടോ അയച്ചു വിടുന്നാലേ അതിൽ രണ്ടുപേര് കിടക്കുന്ന വീതി ഉണ്ടെന്ന് എന്റെ ചേട്ടൻ എങ്ങനെ അറിയും? അയ്യോ, അത് പണിയാണല്ലോ അവിടുന്ന്. അരഴിയുണ്ട്, നമ്മളിപ്പോ കിടന്നില്ലേ, അത് അതിന്റെ ഒരു ഫോട്ടോ എടുത്ത് ചേട്ടൻ അയച്ചു ചേട്ടനകത്തൊരു ഫോട്ടോ എടുത്താ. ആദ്യം ഞങ്ങൾ ഇങ്ങനെ കിടക്കുന്ന ഫോട്ടോ ഒറിജിനാലിറ്റി അവിടുന്ന്. അയ്യോ, ഇനി അടുത്തത്, ഇനി ആ അറ്റ എത്തുന്നുണ്ടോന്ന് ഞാൻ നോക്കട്ടെ. ആ ഈ അറ്റ ചേട്ടാ ഇങ്ങോട്ട് നോക്കിക്കേ. ചേട്ടാ അപ്പുറത്തെ എത്തുന്നുണ്ടോ? കറക്റ്റ് അല്ലേ? ഒരു കാര്യം കൂടെ ഉണ്ട്. ഞങ്ങൾ ഈ കട്ടിലേ ഇരുന്ന് ചായ കുടിക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പൊ ചാരി ഇരുന്ന് ചായ കുടിക്കുമ്പോഴേ കാലിന്റെ ഇവിടുത്തെ ഡിസ്റ്റൻസ് കുഴപ്പമില്ല. ഓക്കെ, ഇതിപ്പോ സംഭവം ഇന്ന് തന്നെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെലിവറി ഫ്രീ ആട്ടോ. കുഴപ്പമില്ല, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഡെലിവറി നടക്കും. അല്ലാതെ പൈസ അപ്പൊ തന്നെ ഡെലിവറിക്ക് പോകുമെന്ന് പറയാം. കട്ടിലിന്റെ ബാക്കി പണികൾ തീർച്ചയായും തരും. 50,000 തരുമ്പോഴത്തേക്ക് നാളെ ഇതിന്റെ പണി തീർത്ത് കട്ടില് വീട്ടിലെത്തും. കട്ടിലല്ലേലും നാളെ രാവിലെ എന്റെ വീട്ടിലെത്തും. കൂടാതെ ഒരു 10 ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിലോട്ട് ഇട്ടേക്കണം. ഞങ്ങളല്ല കട്ടില് പണം അങ്ങോട്ട് തരുന്നത്, അപ്പൊ നിങ്ങളല്ല ഞങ്ങൾക്ക് പൈസ തരുന്നത്. ഞങ്ങൾ എന്തിനാ 10 ലക്ഷം രൂപ നിങ്ങൾക്ക് തരുന്നത്? ഈ ഹണി ട്രാപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മൊബൈൽ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഞാൻ അവിടെ വന്നപ്പോഴത്തേനെ അതിന്റെ കീഴെ പോയി ഞാനിങ്ങനെ അവളെ കാണുകയും ചെയ്തിട്ടുണ്ട്. അവളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. എന്റെ പൊന്നു മണ്ട, അത് ഹണി റോസ്, ഇത് ഹണി ട്രാപ്പ്. ഹണി ട്രാപ്പോ? അതെന്നാ സാധനം അത്? ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഈ ഫോട്ടോ ഉണ്ടോ? കണ്ടു. ഈ ഫോട്ടോ ഞാൻ കുറച്ച് മാറ്റമൊക്കെ വരുത്തി നിങ്ങളുടെ പെണ്ണുമ്പിള്ളക്ക് കാണിച്ചു കൊടുത്ത. അയ്യോ, മുതലാളിയുടെ കുടുംബം കോഞ്ഞാട്ടയാകും അന്നേരപ്പോ. അത് ഉറപ്പല്ലേ അവിടുന്ന്? അതേ ഫോട്ടോ ഞാൻ ഇന്റർനെറ്റിൽ ഒന്ന് പോസ്റ്റ് ചെയ്താ എന്റെ പൊന്നോ, എന്തോ ഒരു ലൈക്കും കമന്റും ആയിരിക്കും എന്നറിയോ. പിന്നെ മുതലാളിക്ക് ഫോളോവേഴ്സിന്റെ ബഹളമായിരിക്കും. അവങ്ങളും നെറ്റിനകത്ത് കയറി പോയി കഴിഞ്ഞാലേ നാട്ടുകാരാണ് എല്ലാം തെറ്റിദ്ധരിക്കത്തില്ലടാ. എന്റെ കുടുംബം പോവും, എന്റെ മാനം പോവും, എന്റെ ജീവിതം മൊത്തത്തിൽ പോത്തില്ലടാ. ഇതൊന്നും പോവണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10 ലക്ഷം രൂപ എനിക്ക് അക്കൗണ്ടിൽ ഇട്ട് തന്നെ. എന്റെ പൊന്നു കൊച്ച, എന്റെ ഈ 10 ലക്ഷം രൂപ തരാനില്ല. നീ ചുമ്മാ ആവശ്യമില്ലാത്ത പണി കാണിക്കല്ലേ. 10 ലക്ഷം രൂപ ഇനിയും ചോദിച്ചു മുതലാളിയെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഞങ്ങൾ പോലീസിൽ കേസ് കൊടുക്കും. നിങ്ങൾ പോലീസിനെ വിളി. വരുന്ന പോലീസിനോട് ഞാൻ പറയും മുതലാളി എന്നെ പീഡിപ്പിച്ചു. മുതലാളി പെട്ടു, ഞാൻ രക്ഷപ്പെട്ടു. എങ്ങനെ രക്ഷപ്പെടും? ഞാൻ വരുന്ന പോലീസിനോട് പറയും മുതലാളിയുടെ സഹായത്തോട് കൂടി എന്നെ തൊഴിലാളിയും പീഡിപ്പിച്ചു. നേരത്തെ നീ ഒരു ഫോളോസിന്റെ കാര്യം പറഞ്ഞില്ലേ, അതിന്റെ കൂടെ വ്യൂവേഴ്സും ഉണ്ട്. കേസ് കൊടുത്താൽ 2 പേരും 12 വർഷം ജയിലിൽ പോകും. 12 വർഷം ജയിലിൽ പോകണോ അതോ 10 ലക്ഷം രൂപ തന്നെ സെറ്റ് ചെയ്യണോ? ഈ 12 വർഷം ജയിലിൽ കിടക്കേണ്ടി വരും അല്ലേ? വരും. 10 ലക്ഷം രൂപ എന്നില്ലെങ്കിൽ നീ ഇതൊക്കെ ചെയ്യൂലേ? ചെയ്യും. നമ്മൾ ചെയ്യാത്ത കുറ്റത്തിനാണ് ഈ ജയിലിൽ പോകുന്നത്. അപ്പൊ നമ്മൾ ജയിലിൽ കിടക്കുമ്പോൾ നമുക്കൊരു കുറ്റബോധം തോന്നരുതല്ലോ. അതുകൊണ്ട് ഏതായാലും നനഞ്ഞ് ഇനി ഞങ്ങള് കുളിച്ചങ്ങ് കേറാൻ പോയാ സോമാ ഷട്ടറ്. അതാണ് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം. യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.